Good afternoon, Siddharth. ശാന്തമി രാത്രിയിൽ ആ പടം എനിക്ക് നല്ലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നു. ഞാൻ സിനിമയിൽ തുടങ്ങുന്നതും വളരെയേറെ കഷ്ടമായിരുന്നു. സിനിമ പഠിക്കുന്നത് പിന്നെ ഇങ്ങനെ ഞാൻ ഒന്ന് വഴി പോയി കുറേ സിനിമയിൽ അഭിനയിച്ചു. തിരിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം അഭിനയിക്കില്ല. അതായത് പുള്ളിയുടെ കമാൻഡിൽ അഭിനയിക്കാൻ പറ്റുന്നില്ല. ഞാൻ പുള്ളി കമാൻഡ് കേട്ടിട്ടുണ്ട്, സൈക്കിളിൽ അസമാനായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇതിൽ നടനായിട്ട് പുള്ളിയുടെ ആക്ഷൻ കണ്ടിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് അത് പേഴ്സണലി ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറയണമെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രിയോ ഫിസിക്സോ എല്ലാം അത്തരം സബ്ജക്ട്സ് നിങ്ങൾ പഠിപ്പിക്കുന്ന ഭാഷകൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ മാർഷൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ അതിലൊരു മെയിൻ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ കൂടെ വർക്ക് ചെയ്യാനായിട്ട് യു ആർ ഓൾസോ ഗെറ്റിംഗ് നോളജ് വൈൽ ഡൂയിങ് ദിസ് പ്രോസസ്. അതൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ നിങ്ങളുടെ മാഷിനോട് വർക്ക് ചെയ്യുന്നത് എക്സാക്ട്ലി ദ സെയിം. സോ ശാന്തമീരായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയുണ്ട്. ലവ് സ്റ്റോറി സോ പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട് us. ആക്ച്വലി ശാന്തമീരാത്രി എന്ന് പറയുന്ന സിനിമ ഞാൻ ആഴ്ചകൾ കഴിഞ്ഞ് നേരെ ജോലി ചെയ്ത സിനിമയാണ്. എന്നെ സംബന്ധിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഒരു സ്കൂളുന്നുണ്ട് കൈൻഡ് ഓഫ് ഡയറക്ടിങ്ങിന്. ഞാൻ വേറെ കൈൻഡ് ഓഫ് ഡയറക്ടിങ്ങിലേക്ക് അതും സാറിനെ പോലെയുള്ള ഞാൻ ചെറുപ്പം മുതലേ സിനിമകൾ സാറിൻ്റെ സിനിമകൾ കണ്ടുകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ആളുടെ ഡയറക്ഷനിൽ സിദ്ധാർത്ഥ പറഞ്ഞ ആളുടെ കമാൻഡിന് ആക്ഷനും കണ്ടിനും അഭിനയിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ചുരുക്കം എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര one experience. And thank you sir for calling me as an actor. And thank you St. Albert. ഇത്ര എനർജി ഇത്ര പാക്ക് ആയിട്ട് ഇവിടെ എല്ലാവരും ഇതിന്റെ മുകളിൽ വരെ ആൾക്കാർ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട്. സോ എവ്രിവൺ നിങ്ങളെല്ലാവരും തരുന്ന എനർജി, നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട്, ദാറ്റ് മേക്സ് us alive. നമ്മളെ അതേപോലെ കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും. സോ താങ്ക് യു St. Albert. നമ്മുടെ സിനിമ കാണുക, നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് എ ലവ് സ്റ്റോറി. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് എങ്ങനെയാണത് റിപ്പോർട്ടാവാന്ന് നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് അഭിപ്രായം പറയും. സോ താങ്ക് യു. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും സ്വപ്നമാണ്. അത് കുറെ കാലം കൊച്ചിയിൽ നടന്നവർക്ക് തിരിഞ്ഞ് നടന്നൊന്നും നടക്കില്ല എന്ന് ഉറപ്പായിട്ട് എനിക്ക് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ താങ്ക് യു സോ മച്ച് സാർ. ഒരു ഓഡിഷന് പോയി, അങ്ങനെയാണ് ശാന്തമീരാത്രിയിൽ അഭിനയിച്ചു. ഇന്ന് അതേപോലെ നടക്കുമ്പോൾ സിനിമ ഇതാണെന്ന് പറഞ്ഞ ആ സിനിമ കോളേജിൽ ഞാൻ സ്റ്റേജിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചവരല്ലേ കാണുന്നുണ്ടല്ലോ. സോ താങ്ക് യു സോ മച്ച്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗൈൻ ലവ് സ്റ്റോറിയാണ്. പിന്നെ നമുക്ക് കാര്യങ്ങളാണല്ലോ വികാരമാണ് അത് പുള്ളിയുടെ കാര്യമാണ്. സാറിനോട് തന്നെ മാക്സിമം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ എല്ലാവരും സിനിമ കാണാം, സപ്പോർട്ട് ചെയ്യാം. സോ ഡു സപ്പോർട്ട് us. താങ്ക് യു സോ മച്ച്. ഇത് എൻ്റെ കോർട്ടാണ്, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. സോ ഞാൻ ആദ്യത്തെ കൈമാറാണ്. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ സംസാരിക്കുന്നത് അതിൻ്റെതായ ഒരു ചെറിയ ടെൻഷനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അഭിനയിക്കുന്നത് ഒരു നാട്ടിൻപുറത്തുകാരനായ ഒരു കൃഷിക്കാരൻ്റെ മകനാണ്.